ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ്. ഇത് വന്നിട്ട് 2 ക്ലാസ് ആയിട്ടാണ് ഞാൻ തരുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ക്ലാസ് ആണ്. ഒരുപാട് കേൾക്കുമ്പോൾ നമുക്ക് ബോറടിക്കാനും പാടില്ല, എന്നാൽ പരമാവധി പോയിന്റ്സുകൾ ഉൾക്കൊള്ളവും വേണം. അതുകൊണ്ട് തന്നെയാണ് 2 ക്ലാസ് ആയി തരുന്നത്. നമ്മൾ ഒറ്റ ക്ലാസ് ആയി തന്നാലും ചിലപ്പോൾ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. നമുക്ക് അത്രയും നേരം ഇങ്ങനെ ഫോണിന് മുന്നിൽ ഇരിക്കണമെന്നോ പിന്നെ വേറെ വല്ല മൈൻഡ് ഒരുപോലെ നിൽക്കണം എന്നില്ല. അതുകൊണ്ടാണ് ഇത് 2 ക്ലാസ് ആയി തരുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഭരണഘടനാ ഭേദഗതി? നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രത്തിന് ഒരു ഭരണഘടനയുണ്ട് അല്ലേ. ആ ഭരണഘടന ഉണ്ടാക്കാൻ നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടാണ് പല രാജ്യങ്ങളിൽ നിന്നും കടം വാങ്ങിയിട്ടുമാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ കടം കണ്ട ഒന്നാണ് ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത്. അത് കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താണ് ഭരണഘടനാ ഭേദഗതി? ഇങ്ങനെ ഉണ്ടാക്കിയ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ദൃഢവും അതുപോലെ അയവുള്ളതുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാനമായ ഒരു സ്വഭാവമുണ്ട്, അതിലൊരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താനാവും. അതായത് ഒരു വ്യക്തി തീരുമാനിച്ചാൽ മാത്രം മാറ്റം വരുത്താൻ പറ്റുന്നതുമല്ല നമ്മുടെ ഭരണഘടന. അതിന് നമ്മുടെ നേതാക്കന്മാർ, നമ്മൾ തിരഞ്ഞെടുത്ത നേതാക്കന്മാരുടെ എല്ലാം പിന്തുണ കൂടി വേണം. അങ്ങനെയുള്ള മാറ്റം വരുത്താൻ കഴിയുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ കഴിയുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ആ ഭേദഗതി നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഈ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ 20 ഭാഗം 20 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരുന്നതിനുള്ള പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് നടക്കില്ല. അതിനും പടിപ്പടിയായ ഓരോ സ്റ്റെപ്പ് മുഖാന്തരം മാത്രമേ നമ്മുടെ ഭരണഘടനാ ഭേദഗതി ചെയ്യാനാവൂ. നമ്മുടെ ഭരണഘടന ഒരുപോലെ അയഞ്ഞതും അതുപോലെ ദൃഢവുമാണ്. അതിൻ്റെ അടിസ്ഥാന ഘടനയെ മാറ്റം വരുത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. അത് ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചാൽ ഭാഗം 20 ഉള്ളത്. അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 368. ഏതാണ്? ഭാഗം 20 368 എന്ത് ചേർത്തിട്ടുള്ളത്? ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തെങ്കിലും വ്യവസ്ഥ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ ഇല്ലാതാക്കാനോ സാധിക്കുകയുള്ളൂ എന്നതാണ് ഈ ഭരണഘടന ഭേദഗതിയിലൂടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം 20 ആർട്ടിക്കിൾ 368 ഓർത്തു വയ്ക്കുക. ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത് എന്ന് ചോദിച്ചാൽ അത് പാർലമെൻറ്റിനാണ്. ആർക്കാണ് അധികാരമുള്ളത്? പാർലമെൻറ്റിന് മാത്രമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ഹനിക്കാതെ പാർലമെൻറ്റിന് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭേദഗതി ചെയ്യാൻ കഴിയും. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്. ഭരണഘടനയുടെ ഒരു അടിസ്ഥാന ഘടനയുണ്ട്, അതിലേക്ക് മാറ്റം തട്ടാത്ത രീതിയിൽ മാത്രമേ നമുക്ക് ഭേദഗതി വരുത്താനാവൂ എന്ന് നമ്മൾ പറഞ്ഞു. ആ ലെവലിലെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയ്ക്ക് ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഘടനയെ പറ്റിയിട്ട് അതിന് മാറ്റം വരുത്താതെ, അതിന് കോട്ടം തട്ടാത്ത രീതിയിൽ മാത്രമേ ഭേദഗതി ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞത് സുപ്രീം കോടതി ഏതിലാണ് അഭിപ്രായപ്പെട്ടത് എന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി കേസിലാണ് ഇത് അഭിപ്രായപ്പെട്ടത്. അങ്ങനെ നമ്മുടെ ഭരണഘടനയെ എത്ര രീതിയിൽ നമ്മുടെ ഭരണഘടനയെ ഭേദഗതി ചെയ്യാമെന്ന് ചോദിച്ചാൽ 3 രീതിയിലാണ് നമ്മുടെ ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ കഴിയുന്നത്. ഒന്നാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് കേവല ഭൂരിപക്ഷ രീതിയാണ്. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതിയാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഇതിൽ പാർലമെൻറ്റിലുള്ള മുഴുവൻ അംഗങ്ങളെയും അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ സഭ കൂടുമ്പോൾ എത്ര അംഗങ്ങളാണ് അവിടെയുള്ളത്
ആ സമ്മേളനത്തിൽ എത്ര അംഗങ്ങൾ പങ്കെടുത്തു, അവർ ചെയ്ത വോട്ടിൽ പകുതിയിലധികം വരുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷത്തെ സൂചിപ്പിക്കുന്നു. പകുതിയിൽ അധികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പകുതിയിൽ അധികം വരുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷത്തെ സൂചിക്കുന്നു. അതന്നെയാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാൻ, എന്താണ് കേവല ഭൂരിപക്ഷം പറഞ്ഞാൽ പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ ആ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തിട്ടുണ്ടോ അത്രയും വ്യക്തികൾ ചെയ്ത വോട്ടിൻ്റെ പകുതിയിലധികം വരുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷത്തെയാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഇതിപ്പോൾ 10 ആളാണ് എന്ന് പറഞ്ഞാൽ 5-ൽ കൂടുതൽ അംഗങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ മൊത്തം അംഗസംഖ്യയല്ല ഉദ്ദേശിക്കുന്നത്, എത്ര പേരാണ് സമ്മേളനത്തിൽ അപ്പോൾ പങ്കെടുത്തിട്ടുള്ളത് എന്നതാണ് ഈ കേവല ഭൂരിപക്ഷം കൊണ്ട് പറയുന്നത്. രണ്ടാമത് ഏത് രീതിയിലാണ് ഭേദഗതി ചെയ്യാമെന്ന് ചോദിച്ചാൽ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയോടെ ഭേദഗതി ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭയിലെയും മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷവും പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷവുമാണ് സൂചിപ്പിക്കുന്നത്. 2/3 ഭൂരിപക്ഷം വേണം. അതായത് പാർലമെൻറ്റിൽ ഇരുസഭകളുടെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷവും വേണം. ഇരുസഭകളുടെയും മൊത്തം അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷവും പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷം വേണം. 2/3 ഭൂരിപക്ഷം വേണം. കേവല ഭൂരിപക്ഷം പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? പകുതിയിൽ കൂടുതൽ എന്നാണ് പറഞ്ഞത്. പ്രത്യേക ഭൂരിപക്ഷം പറയുമ്പോൾ 2/3 ഭൂരിപക്ഷം വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ സമ്മതവുമാണ് പറയുന്നത്. അതായത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം മാത്രമല്ലാതെ പകുതി സംസ്ഥാനങ്ങൾ സാധാരണ ഭൂരിപക്ഷത്തിൽ അംഗീകാരം നൽകേണ്ട ഭേദഗതികൾ. പകുതി സംസ്ഥാനങ്ങൾ, നമ്മുടെ ഇന്ത്യയിലെ പകുതി സംസ്ഥാനങ്ങളും കൂടി അംഗീകാരം നൽകേണ്ട ഭേദഗതികളാണ് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ സമ്മതവും എന്ന് പറയുന്നത്. ഇത് ഫെഡറൽ ഘടനകളിൽ ഭേദഗതി വരുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭൂരിപക്ഷം വേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 രീതി ഏതൊക്കെയാണ്. 1 കേവല ഭൂരിപക്ഷം, 2 പ്രത്യേക ഭൂരിപക്ഷം, 3 പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ സമ്മതവും. പകുതിയിൽ കൂടുതൽ വരുന്ന സംസ്ഥാനങ്ങളുടെ സമ്മതവുമാണ്, മുഴുവൻ സംസ്ഥാനങ്ങളുടെ പറയുന്നില്ല. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞു. അത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ഈ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരണം. നമുക്കറിയാം ഈ ലാസ്റ്റായിട്ട് നമ്മുടെ ഇന്ത്യയിൽ രൂപം കൊണ്ട സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നത്. അങ്ങനെ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിൽ, അതുപോലെ തന്നെ ആ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പേരുകൾ മാറ്റാനായാലും അതിർത്തിയിൽ മാറ്റം വരുത്താനായാലും ഒക്കെ നമുക്ക് വെറും കേവല ഭൂരിപക്ഷം മതിയാവും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ സമിതികൾ, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ സൃഷ്ടിക്കുന്നതിലും നിർത്തലാക്കാനും ഒക്കെ നമുക്ക് ഈ കേവല ഭൂരിപക്ഷം മതിയാവും. അതുപോലെ പാർലമെൻറ്റിലെ കോറം, പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ, അതുപോലെ 2ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ, പിന്നെ ഈ പാർലമെൻറ്റിലെ തന്നെ അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും പ്രത്യേക അവകാശങ്ങൾ, പിന്നെ ഈ പാർലമെൻറ്റിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഉപയോഗം, ഇവയിലെല്ലാം ഭേദഗതി വരുത്താനും കേവല ഭൂരിപക്ഷം മതിയാവും. അതുപോലെ സുപ്രീം കോടതികൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന വ്യവസ്ഥ, അവിടുത്തെ സുപ്രീം കോടതികളിലെ ജഡ്ജിമാരുടെ എണ്ണം, ഔദ്യോഗിക ഭാഷകളുടെ ഉപയോഗം, പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ, അതുപോലെ പാർലമെൻറ്റിലെ സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതുപോലെ നമ്മൾ പറഞ്ഞ 2ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ പോലെ തന്നെ 5ാമത്തെ 6ാമത്തെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലെല്ലാം ഭേദഗതി വരുത്താൻ വേണ്ടി നമുക്ക് വെറും കേവല ഭൂരിപക്ഷം മതിയാവും. അപ്പോൾ എന്തൊക്കെയാണെന്നാണ് കേവല ഭൂരിപക്ഷത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, 1 സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം, പിന്നെ അവരുടെ അധികാരം.
അതാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ് പറഞ്ഞാൽ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടത് ഉള്ള സംസ്ഥാനങ്ങളുടെ തന്നെ പേരുകൾ, പിന്നെ അവരുടെ അതിർത്തികൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ മൂന്നാമത് എന്താ പറഞ്ഞത്, 2ാം ഷെഡ്യൂൾ 5ാമത്തെ 6ാമത്തെ ഷെഡ്യൂളുകളിൽ ഭേദഗതി വരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടും, സംസ്ഥാനങ്ങൾ പറഞ്ഞ പോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും, പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ്, പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ, പിന്നെ പാർലമെന്റിലുള്ള ഇംഗ്ലീഷ് ഭാഷയുടെ ഉപയോഗം, ഔദ്യോഗിക ഭാഷയുടെ ഉപയോഗം, പാർലമെന്റിലെ അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും പ്രത്യേക അവകാശങ്ങൾ, പാർലമെന്റിലെ നടപടിക്രമം, കോറം, ഇവയുമെല്ലാം ഇത്രയും കാര്യങ്ങളുമെല്ലാം ഇതുപോലുള്ള കാര്യങ്ങളുമെല്ലാം ബന്ധപ്പെട്ട് നമുക്ക് വെറും കേവല ഭൂരിപക്ഷം മതിയാവും. അതായത് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം വേണ്ടത് ഇനി ഏതിലൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതിലൊക്കെയാണ്? മൗലികാവകാശങ്ങൾ. നമുക്കറിയാം മൗലികാവകാശത്തിൽ ചില അവകാശങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമുക്ക് നിഷേധിക്കാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ പോകുന്ന മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭേദഗതി വരുത്തുമ്പോൾ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം വേണം. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം വേണം. നമ്മൾ പറഞ്ഞു പ്രത്യേക ഭൂരിപക്ഷം പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പാർലമെന്റിന്റെ ഇരുസഭകളിലെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷവും പിന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തവരുടെ 2/3 ഭൂരിപക്ഷം വേണം. എന്തില്? മൗലികാവകാശം, നിർദ്ദേശക തത്വം പോലുള്ള കാര്യങ്ങളിൽ ഭേദഗതി വരുത്താൻ. ഇനി അടുത്തത് മൂന്നാമത്തത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് ഇങ്ങനെ കണ്ടു, രണ്ടാമത്തെ ഭേദഗതി ഇങ്ങനെ കണ്ടു. അപ്പോൾ മൂന്നാമത്തെ എന്താവും? ഇതിനേക്കാൾ ഇത്രയും കൂടി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളായിരിക്കും അല്ലേ? അതെന്താണെന്ന് നോക്കാം. പാർലമെന്റിൽ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ സമ്മതവും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഭേദഗതി വരുത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ, അതുപോലെ തന്നെയാണ് സംസ്ഥാനങ്ങളും യൂണിയനും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങളുടെ വിതരണം, അതുപോലെ യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ വ്യാപ്തി, അതുപോലെ സുപ്രീം കോടതി, ഹൈക്കോടതി, 7ാം ഷെഡ്യൂളിലെ ഏതെങ്കിലും ലിസ്റ്റുകൾ, ഭരണഘടനയെ അതിൻ്റെ നടപടിക്രമവും ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം, അതായത് അധികാരങ്ങളുമായി ബന്ധപ്പെട്ടത് കൂടുതലും ഇതിൽ പറഞ്ഞു. സുപ്രീം കോടതി, ഹൈക്കോടതി അവയുടെ അധികാരങ്ങൾ, സംസ്ഥാനവും യൂണിയനും നിയമനിർമ്മാണങ്ങളും അവരുടെ അധികാരങ്ങളുമായിട്ടുള്ളത്, യൂണിയൻ സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ വ്യാപ്തി, ഈ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലായിട്ട് ഏതിൽ വരുന്നത്? പാർലമെന്റിന്റെയും പ്രത്യേക ഭൂരിപക്ഷ സംസ്ഥാനങ്ങളുടെയും സമ്മതം വേണ്ട ഭേദഗതി ചെയ്യാവുന്ന രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പാർലമെന്റിൽ ഭേദഗതി ചെയ്യുന്ന നടപടിക്രമം എങ്ങനെയാണ് എന്ന് നോക്കാം. പാർലമെന്റ് ഭേദഗതി ചെയ്യുന്ന നടപടിക്രമം. ഈ പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിലാണ് നമ്മൾ ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. ഈ ഭേദഗതി ചെയ്യാൻ ഇന്ന സഭയിൽ തന്നെ അവതരിപ്പിക്കണം എന്നില്ല. ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാം. അത് ആർക്ക് അവതരിപ്പിക്കാം? ആർക്കാണ് അവതരിപ്പിക്കാൻ പറ്റുന്നത്? രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെ തന്നെ ഏതെങ്കിലും മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മനസ്സിലായത്? ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദം ആവശ്യമില്ല. മന്ത്രിക്കോ അല്ലെങ്കിൽ സ്വകാര്യ അംഗത്തിനോ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു സഭയിൽ, ലോകസഭയോ രാജ്യസഭയോ ഏതെങ്കിലും ഒരു സഭയിൽ നമുക്ക് ബില്ല് അവതരിപ്പിക്കാം. ഏത് സഭയിലും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് സംസ്ഥാന നിയമസഭകളിലൊന്നും പോയിട്ട് ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ലോകസഭ അല്ലെങ്കിൽ രാജ്യസഭ, അവിടെ മാത്രമാണ് ഇത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ബില്ല് അതുപോലെ ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ എങ്ങനെയാണോ ഏത് രീതിയിലാണോ ഭൂരിപക്ഷത്തോടെയാണെങ്കിൽ കേവല ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ഏത് ഭൂരിപക്ഷത്തോടെയാണെങ്കിലും അങ്ങനെ പാസ്സായി വന്ന ബില്ല് ചില സമയങ്ങളിൽ ഒരു സഭ അത് അംഗീകരിച്ച് മറ്റേ സഭ അത് അംഗീകരിച്ചില്ല, ബില്ല് പാസ്സായില്ല, അവരുടെ ഈ രണ്ട് സഭയെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് സമ്മേളനം നടത്താനൊന്നും കഴിയത്തില്ല. അങ്ങനെ ഈ പാസ്സായി വന്ന ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി കൊടുക്കും. പക്ഷെ രാഷ്ട്രപതിക്ക് ഒരിക്കലും ഈ ഭേദഗതി ബില്ലിനെ വേണ്ട എന്ന് വെക്കാനോ തടഞ്ഞു വെക്കാനോ
വീണ്ടും നിങ്ങൾ ഒന്നും കൂടി ഈ ബില്ലിനെ കുറിച്ച് പുനഃപരിശോധനയ്ക്ക് അയക്കാനോ ഒന്നും കഴിയില്ല. നമ്മൾ ഒരു ബില്ല് കൊടുത്താൽ രാഷ്ട്രപതി അനുമതി നൽകണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. രാഷ്ട്രപതി അനുമതി നൽകണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുന്നതോടെ ബില്ല് പാസ്സായി കിട്ടും. അപ്പോൾ ഭരണഘടനയുടെ നടപടിക്രമം ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ല. മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ അത് അവതരിപ്പിക്കാം. അതുപോലെ ഈ സഭകളിൽ പാസ്സായി വന്ന ബില്ല് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യണം? രാഷ്ട്രപതി ഒപ്പിട്ട് നൽകൽ മീൻസ് അനുമതി നൽകൽ നിർബന്ധമാണ്. അത് തടഞ്ഞു വെക്കാനോ പിൻവലിക്കാനോ പറയാനുള്ള അധികാരമൊന്നും രാഷ്ട്രപതിക്കില്ല. ഇതാണ് ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമം എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ 3 രീതിയിൽ ഏതൊക്കെ ഭേദഗതി ചെയ്യാം, 3 രീതിയിൽ ഭേദഗതി ചെയ്യാം, അത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഭേദഗതിക്കുള്ള നടപടിക്രമങ്ങളും പറഞ്ഞു. ഇനി അടുത്തത് എന്താ പറയാനുള്ളത് പറഞ്ഞാൽ ഭരണഘടന ഭേദഗതികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഭരണഘടന ഒരുപാട് ഭേദഗതികൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. എല്ലാം പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 1-ാം ഭേദഗതിയെക്കുറിച്ച് പറയാം. 1-ാം ഭേദഗതി എന്താ പറഞ്ഞിട്ടുള്ളത്? 1951 1-ാം ഭേദഗതി വന്നത്. 9-ാം പട്ടിക കൂട്ടിച്ചേർക്കുകയാണ് 1-ാം ഭേദഗതിയിലൂടെ ചെയ്തത്. എത്രാം പട്ടികയാണ് കൂട്ടിച്ചേർത്തത്? 9-ാം ഷെഡ്യൂൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പുരോഗതിക്കായി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകി. അതുപോലെ അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തു. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തത് ഏത് ഭേദഗതിയാണെന്ന് ചോദിച്ചാൽ 1-ാം ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 31 ശേഷം ആർട്ടിക്കിൾ 31A 31B എന്നിവ കൂട്ടിച്ചേർത്തതും 1-ാം ഭേദഗതിയിലൂടെയാണ്. അടുത്തത് വരുന്നത് ഏതാണ്? 7-ാം ഭേദഗതിയാണ്. 7-ാം ഭേദഗതി എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വന്നത് എങ്ങനെയാണ്? 7-ാം ഭേദഗതിയിലൂടെയാണ്. സംസ്ഥാന പുനഃസംഘടനാ സമിതിയുടെ ശുപാർശ നടപ്പിലാക്കാനും 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം നടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ 7-ാം ഭേദഗതി എന്ന് വന്നത്. അതിലൂടെ എങ്ങനെ ഉണ്ടായത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടും ഇന്ത്യയെ പുനഃസംഘടിപ്പിച്ചു. അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കുന്നതിനും വ്യവസ്ഥ ചെയ്തത് 7-ാം ഭേദഗതിയിലൂടെയാണ്. ഹൈക്കോടതികളുടെ അധികാര പരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അപ്പോൾ 7-ാം ഭേദഗതി പറയുന്നതെന്ന് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന പുനഃസംഘടന, പിന്നെ 1-ൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ, അതുപോലെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി ഒരു പൊതു ഹൈക്കോടതി. അതുപോലെ 7-ാം ഭേദഗതിയിൽ എത്ര സംസ്ഥാനങ്ങളാണ്? 14 സംസ്ഥാനം, 6 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് വന്നത്. അടുത്തത് എന്താണ്? 9-ാം ഭേദഗതി. 9-ാം ഭേദഗതി എന്താ പറയുന്നത് പറഞ്ഞാൽ 1958 ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരം ബർബാറി യൂണിയൻ, അതായത് പശ്ചിമ ബംഗാൾ എന്ന പ്രദേശം പാകിസ്ഥാന് നൽകുന്ന വ്യവസ്ഥ ചെയ്തതാണ് 9-ാം ഭേദഗതി എന്ന് പറയുന്നത്. ബർബാറി യൂണിയൻ എന്ന പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്തിട്ടുള്ള ഇന്ത്യൻ പ്രദേശം ആർക്ക് വിട്ടുകൊടുത്തു? പാകിസ്ഥാന് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് 9-ാം ഭേദഗതി വന്നത്. അടുത്തത് 10-ാം ഭേദഗതി. 10-ാം ഭേദഗതി എന്താ പറയുന്നത്? 1961 10-ാം ഭേദഗതി വന്നത്. പോർച്ചുഗലിൽ നിന്ന് ദാദ്ര നഗർ ഹവേലി എന്നീ പോർച്ചുഗലിൽ നിന്ന് നമ്മൾ ദാദ്ര നഗർ ഹവേലിയൊക്കെ പിടിച്ചെടുത്തല്ലോ. അവയെ എന്തായി? കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി സംയോജിപ്പിക്കുകയാണ് ഉണ്ടായത്. അതാണ് 10-ാം ഭേദഗതി പറയുന്നത്. അടുത്തത് 11-ാം ഭേദഗതി. 1961 11-ാം ഭേദഗതി എന്താ പറയുന്നത് പറഞ്ഞാൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമം പാർലമെന്റിലെ ഇരു സഭകളുടെയും സംയുക്ത യോഗത്തിന് പകരം ഇലക്ട്രൽ കോളേജ് എന്ന വ്യവസ്ഥയാക്കി മാറ്റിയതാണ് 11-ാം ഭേദഗതി. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമം പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത യോഗത്തിന് പകരം ഇലക്ട്രൽ കോളേജ് എന്ന വ്യവസ്ഥയാക്കി മാറ്റി. 12-ാം ഭേദഗതി എന്താ പറയുന്നത്? ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തി. ദാദ്ര നഗർ ഹവേലി 10-ാം ഭേദഗതി, ഗോവ, ദാമൻ, ദിയു എന്നിവ 12-ാം ഭേദഗതി. മറക്കരുത്, 1961 10-ാം ഭേദഗതി ദാദ്ര നഗർ ഹവേലി,
12ാം ഭേദഗതി 1962 ഗോവ, ദാമൻ, ദിയു. ഇനി അടുത്തത് 15ാം ഭേദഗതി എന്താണ്? ഹൈക്കോടതിയുടെ 15ാം ഭേദഗതി 1963 ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്ന് 62 ആക്കി. 15ാം ഭേദഗതി 1963 ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്ന് 62 ആക്കി മാറ്റിയതാണ് 15ാം ഭേദഗതി എന്ന് പറയുന്നത്. ഇനി 18ാം ഭേദഗതി എന്താ പറയുന്നത്? പഞ്ചാബ്, ഹരിയാന എന്നീ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതും ബന്ധപ്പെട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? 18ാം ഭേദഗതി വന്നിട്ടുള്ളത്. ഈ 18ാം ഭേദഗതി നിയമം 1966 18ാം ഭേദഗതി നിയമം ഈ പാർലമെന്റിന്റെ അധികാരത്തിൽ വേറൊരു കാര്യം കൂടി ഉൾപ്പെടുത്തി. എന്താണ്? നമ്മൾ പറഞ്ഞു പഞ്ചാബ്, ഹരിയാന എന്നീ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളെയോ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പുതിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് കൊടുത്തത് കൂടിയാണ് 18ാം ഭേദഗതി എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് 18ാം ഭേദഗതി കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? 21ാം ഭേദഗതിയാണ്. 21ാം ഭേദഗതി എന്ന് പറയുന്നത് 8ാം പട്ടികയിൽ 15ാമത് ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തിയത് മാത്രമാണ് 21ാം ഭേദഗതി എന്നാണ്. 1967 21ാം ഭേദഗതി 8ാം പട്ടികയിൽ 15ാമത് ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തിയത് മാത്രമാണ് പറയുന്നത്. 24ാം ഭേദഗതി നിയമം എന്താണ് പറയുന്നത്? 1971 24ാം ഭേദഗതി നിയമമാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചത് 24ാം ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തതും 24ാം ഭേദഗതി ബില്ലിലൂടെയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് 24ാം ഭേദഗതി എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചതും ഭരണഘടനാ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി നിർബന്ധമായും ഒപ്പിടണമെന്ന് പറഞ്ഞതും ഏതാണ്? 24ാം ഭേദഗതി ബില്ലിലൂടെയാണ്. ആർട്ടിക്കിൾ 13, ആർട്ടിക്കിൾ 368 എന്നിവ ഭേദഗതി ചെയ്തുകൊണ്ട് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് നൽകിയത് കൂടിയാണ് 24ാം ഭേദഗതി എന്ന് പറയുന്നത്. ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി വി ഗിരിയുമായിരുന്നു. അടുത്തത് 25ാം ഭേദഗതി എന്താണ്? 1971 25ാം ഭേദഗതിയാണ് സ്വത്തവകാശം പരിമിതപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭേദഗതി എന്ന് പറയുന്നത്. മാർഗനിർദ്ദേശ തത്വങ്ങളും മൗലികാവകാശങ്ങളും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 31C ഭരണഘടനയിൽ ചേർത്തതും ഈ 25ാം ഭേദഗതിയിലൂടെയാണ്. പൊതു ആവശ്യങ്ങൾക്കായി രാഷ്ട്രം സ്വകാര്യ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നത് അനുച്ഛേദം 31 ഭേദഗതി ചെയ്തു. അപ്പോൾ 25ാം ഭേദഗതി എപ്പോഴാണ്? 1971 അടുത്തത് 26ാം ഭേദഗതി എന്താണെന്ന് ചോദിച്ചാൽ മുൻ രാജാക്കന്മാർക്ക് നൽകിയിട്ടുള്ള പ്രിവി പേഴ്സൺ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് 26ാം ഭേദഗതി വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഭേദഗതികളെ കുറിച്ചാണ് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട കുറേ ഭേദഗതികൾ വരാനുണ്ട്. നമുക്കറിയാം 42ാം ഭേദഗതി, 44ാം ഭേദഗതി, 101ാം ഭേദഗതി, അവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭേദഗതികളാണെന്ന് നമുക്കറിയാം. പക്ഷെ അതും കൂടി കൂട്ടിയാൽ നമ്മുടെ ക്ലാസ് അത്രത്തോളം നീണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ രണ്ട് ഘട്ടമായിട്ട് ഈ ക്ലാസ് തരാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഭേദഗതികൾ സ്പീഡിൽ ഒന്നുകൂടെ പറഞ്ഞു പോകാം. ഇതുവരെ എടുത്ത ഭേദഗതികൾ ഒന്നുകൂടെ പറഞ്ഞു പോകാം. അതിന് മുമ്പ് ഭേദഗതി എന്താണെന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ മാറ്റം വരുത്താനുള്ളതിനെയാണ് ഭേദഗതി എന്ന് പറയുക. അത് നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ്. ഭാഗം 20 ആർട്ടിക്കിൾ 368 പാർലമെന്റിനാണ് ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എങ്ങനെ ഭേദഗതി ചെയ്യാം? 3 രീതിയിൽ. ഒന്ന് കേവല ഭൂരിപക്ഷം, അല്ലെങ്കിൽ 2 പ്രത്യേക ഭൂരിപക്ഷം, മൂന്നാമത്തെ എന്താണ്? പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം കൂടാതെ സംസ്ഥാനങ്ങളുടെ സമ്മതവും കൂടിയായിട്ട് 3 രീതിയിൽ ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് ഭേദഗതിയുടെ നടപടിക്രമങ്ങൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കണം. അവിടെ നിന്ന് ആ സഭ അത് അംഗീകരിക്കണം. അതിനുശേഷം അവസാന ഘട്ടം എന്ന നിലയിൽ അത് രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോകും. സഭ അംഗീകരിക്കേണ്ട രീതികൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെ ഭൂരിപക്ഷത്തോടെയാണ് ഭേദഗതി നടത്തുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതെന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്? എവിടേക്ക് കൊണ്ടുപോകും? പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് പോകും. പ്രസിഡന്റ് അത് ഒരിക്കലും അദ്ദേഹം
വേണ്ട വയ്ക്കാൻ കഴിയുകയോ മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ നീട്ടി വയ്ക്കാനോ ഒന്നും പാടില്ല. അദ്ദേഹം അത് നിർബന്ധമായും പാസ്സാക്കുക തന്നെ വേണം. അതോടെ ആ ഭേദഗതി നിലവിൽ വരുന്നതായിരിക്കും. അതിനുശേഷം 1-ാം ഭേദഗതി പറഞ്ഞു. 1-ാം ഭേദഗതിയിൽ 9-ാം പട്ടിക കൂട്ടിച്ചേർത്തതാണ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ സമയത്തുള്ള സ്വാതന്ത്ര്യത്തിന്, എന്ത് സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞു. 1-ാം ഭേദഗതി വന്നത് 1951-ലാണ്. പിന്നെ 7-ാം ഭേദഗതി എപ്പോഴാണ് വന്നത്? 1956-ലാണ്. ഭാഷാടിസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വന്നത് ഏതാണെന്ന് ചോദിച്ചാൽ 7-ാം ഭേദഗതിയാണ്. 7-ാം ഭേദഗതി എപ്പോഴാണ് വന്നത്? 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചതാണ്. പിന്നെ ഏതാണ് പറയുന്നത്? 9-ാം ഭേദഗതിയാണ്. 9-ാം ഭേദഗതി എന്താ പറയുന്നത്? ഈ പശ്ചിമ ബംഗാളിൻ്റെ ഈ ബർബാറി ഉടമ്പടി പ്രകാരം പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇന്ത്യ എന്ത് ചെയ്തു? പാകിസ്ഥാന് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 7-ാം ഭേദഗതി എന്ന് പറയുന്നത്. പിന്നെ 7-ാം ഭേദഗതിയല്ല, 9-ാം ഭേദഗതി എന്ന് പറയുന്നത്. പിന്നെ എത്രാം ഭേദഗതിയാണ് അടുത്തത് വന്നത്? 10-ാം ഭേദഗതി. 10-ാം ഭേദഗതി എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 10-ാം ഭേദഗതി പറയുന്നത് ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശമായി സംയോജിപ്പിച്ചതിനെ കുറിച്ചിട്ട് 10-ൽ പറയുന്നത്. 11-ാം ഭേദഗതി പ്രകാരം എന്താ പറയുന്നത്? ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുപ്പിക്കുന്നതിനുള്ള നടപടിക്രമം പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംയുക്ത യോഗത്തിന് പകരം ഇലക്ടറൽ കോളേജ് എന്ന വ്യവസ്ഥയാക്കി മാറ്റി എന്നാണ് 11-ാം ഭേദഗതി പറയുന്നത്. 1961-ലേതാണ്. 12-ാം ഭേദഗതി 10-ാം ഭേദഗതിയിൽ 1961-ൽ ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശമായി സംയോജിപ്പിച്ചു പറഞ്ഞു. അതുപോലെ ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തിയതാണ് 12-ാം ഭേദഗതി. 12 1962-ആണ്. അടുത്ത 15-ാം ഭേദഗതി എന്താ പറയുന്നത്? ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 ആക്കി മാറ്റിയതാണ് 15-ാം ഭേദഗതി പറയുന്നത്. 18-ാം ഭേദഗതി എന്താ പറയുന്നത്? കുറച്ച് സംസ്ഥാനങ്ങളെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളെയോ കൂട്ടിച്ചേർത്തിട്ട് പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാനോ പുതിയ കേന്ദ്രഭരണങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള അധികാരം പാർലമെന്റിന് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ടതാണ് 18-ാം ഭേദഗതി. അതിലൂടെയാണ് പഞ്ചാബ്, ഹരിയാന എന്നീ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതും 18-ാം ഭേദഗതിയിലൂടെയാണ്. അടുത്തത് എന്താ പറയുന്നത്? 18-ാം ഭേദഗതി കഴിഞ്ഞ് 21-ാം ഭേദഗതി എന്താണ്? 8-ാം പട്ടികയിൽ 15-ാമത് ഭാഷയായിട്ട് സിന്ധി ഉൾപ്പെടുത്തിയതാണ് പറയുന്നത്. 21-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടത്. 24-ാം ഭേദഗതി എന്താ പറയുന്നത്? മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് പറയുന്നതാണ്. അതുപോലെ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി നിർബന്ധമായും അംഗീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തതും 24-ാം ഭേദഗതിയാണ്. 26-ാം ഭേദഗതി എന്താ പറയുന്നത്? മുൻ നാട്ടുരാജ്യന്മാർക്ക് നൽകിയിട്ടുള്ള പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ബന്ധപ്പെട്ടിട്ടാണ്. 24-ാം ഭേദഗതി പറയുന്നത്. 25-ാം ഭേദഗതി എന്താ പറയുന്നത്? 25-ാം ഭേദഗതി പറയുന്നത് സ്വത്തവകാശം പരിമിതപ്പെടുത്തിയതും അതുപോലെ പൊതു ആവശ്യങ്ങൾക്കായി രാഷ്ട്രം സ്വകാര്യ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 31 ഭേദഗതി ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് 25-ാം ഭേദഗതി 1971-ലെ ഇത് പറയുന്നത്. അടുത്തത് 29-ാം ഭേദഗതി. 29-ാം ഭേദഗതി എന്താ പറയുന്നത്? കേരള ഭൂപരിഷ്കരണ നിയമങ്ങളെ 9-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയതും കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് ഈ 29-ാം ഭേദഗതി ബില്ല് പാസ്സാക്കിയത് എന്നുള്ളതുമാണ് 29-ാം ഭേദഗതി പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 9-ാം ഷെഡ്യൂളിലേക്ക് ഭൂപരിഷ്കരണത്തെ കേന്ദ്രീകരിച്ചുള്ള കേന്ദ്ര നിയമങ്ങൾ ചേർത്തതിന് പ്രസിദ്ധമാണ് 29-ാം ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇത് തുടർച്ചയായി ബാക്കി ഭാഗങ്ങളായിട്ട് വരുന്നതായിരിക്കും. ഒരുപാട് ക്ലാസ് നീട്ടാണ്ടിരിക്കാനാണ് ചെറിയ ക്ലാസ്സായി തന്നത്. ഓക്കെ, വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നവരെ, ഇതിൻ്റെ ബാക്കി വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.